ഇന്ന് ജാനുവരി 3, പുതിയ വർഷം തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്നത് ഒരു അത്ഭുത വചനമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണം. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും എല്ലാവർക്കും നിങ്ങൾ ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കണം. സ്റ്റാറ്റസ് ആക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് കർത്താവ് തരുന്ന വചനം ഇതാണ്: ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതായത് 2025 വർഷം എന്നേക്കുമായി കടന്നുപോയി. ഇതാ 2026 അല്ലേ, കടന്നു വന്നു അല്ലേ. 2025 കടന്നു പോയപ്പോൾ 2026 പുതിയ വർഷം നമുക്ക് മുൻപിൽ കടന്നു വരികയാണ്. ഇത് എന്തിനുള്ള സൂചനയാണെന്നറിയാം? നമ്മുടെ പഴയ ജീവിതവും 2025 കടന്നു പോയതുപോലെ തന്നെ നമ്മുടെ പഴയ ലൈഫ്, നമ്മുടെ ബാഡ് ഹാബിറ്റ്സ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ടോക്കിങ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇതെല്ലാം 2025 പോയതുപോലെ തന്നെ കടന്നു പോവുകയാണ്. എന്നിട്ട് 2026 തിരിച്ചു വന്നതുപോലെ, പുതിയതായി വന്നതുപോലെ നമ്മുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ വരികയാണ്. അതാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു. എങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ഇത് സംഭവിക്കുന്നത്? അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അല്ലാത്തവരുടെ ലൈഫിലും അതുകൂടി മനസ്സിലാക്കണം കേട്ടോ. അല്ലാത്തവരുടെ ലൈഫിലും പഴയതുപോലെ തന്നെ. അതുകൊണ്ട് നമ്മൾ പണ്ട് പറയാനുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, പഴയ ശങ്കരൻ തെങ്ങി തന്നെ. അവൻ പഴയത് അതുപോലെ തന്നെ ആ കിടന്ന കിടപ്പ് തന്നെ കിടക്കും. കൂടുതൽ നാശത്തിലേക്കും തകർച്ചയിലേക്കും പോകുമെന്നല്ലാതെ ഒരു വിധത്തിലും പുറത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ക്രിസ്തുവിലായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ പഴയത് കടന്നു പോകും, എന്നിട്ട് പുതിയത് നമ്മുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ, പുതിയ ഗിഫ്റ്റുകൾ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നു? അവരൊന്ന് ആമേനെന്ന് കമൻറ്റ് ചെയ്യണേ. അത് നമ്മുടെ ലൈഫിൽ ഒരു അനുഗ്രഹമായിരിക്കും. കാരണം പഴയത് കടന്നു പോയാലേ പുതിയതിന് വരാൻ പറ്റൂ. അതുകൊണ്ട് പഴയ ജീവിത രീതി, പഴയ മനുഷ്യനെ നമ്മൾ പരിപൂർണമായി എടുത്തു മാറ്റി ഈ പുതുവർഷത്തിൽ പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.